മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ സി ഡ്രൈവർ യദു തർക്കത്തിൽ ബസ് കണ്ടക്ടർ സുബിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ബസ്സിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലാണ് ചോദ്യം ചെയ്യൽ. ഷെഫീദ് റാവുത്തർ ടെലിഫോണിൽ തിരുവനന്തപുരത്ത് നിന്ന്. ഷെഫീദ്, ഏത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? ഇദ്ദേഹം ഒരു DYFI പ്രവർത്തകരാണ് എന്ന രീതിയിൽ യദുവിൻ്റെ ഒരു ആരോപണം വന്നിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ കണ്ടക്ടർ സുബിനെ ചോദ്യം ചെയ്യുന്നത്. ഇദ്ദേഹം DYFI പ്രവർത്തകനാണെന്നും മേയർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ ഡ്രൈവറായിട്ടുള്ള മേയറുമായി തർക്കത്തിലേർപ്പെട്ട ഡ്രൈവറുമായിട്ടുള്ള യദു ഇതുമായി ബന്ധപ്പെട്ട ആരോപണം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി പോലീസിന് കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് അശ്ലീല ചുവയുള്ള ആംഗ്യം യദു കാണിച്ചുവെന്ന മേയറുടെ ആരോപണം അത് ശരിയാണെന്ന് തെളിയിക്കണമെങ്കിൽ അടക്കം ഈ CCTV ബസ്സിലെ മെമ്മറി കാർഡ് നിർണായകമായിരുന്നു. ആ ബസ്സിലെ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതൊട്ടും സ്വാഭാവികമല്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തന്നെ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ പിന്നാലെ പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസിന് നിർണായകമായ ചില സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തമ്പാനൂർ പോലീസ് ഇന്ന് പുലർച്ചെ വീട്ടിൽ നിന്ന് സുബിനെ കൂട്ടിക്കൊണ്ടുവന്ന് തമ്പാനൂർ പോലീസിൽ ചോദ്യം ചെയ്യുന്നത്. ചില കാര്യങ്ങളിൽ വരുത്താനാണ് ചോദ്യം ചെയ്യുന്നതാണ് പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം എങ്കിൽ പോലും അതിൽ നിർണായകമായ ചില നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ശാസ്ത്രീയ പരിശോധന അടക്കം എങ്ങനെ മെമ്മറി കാർഡ് കാണാതായി എന്നുള്ള കാര്യത്തിൽ പോലീസ് തുടരുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഡിപ്പോയിലെ ആളുകളുടെ മൊഴിയടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. 4 ബസ്സുകൾ ഒരുമിച്ചിരുന്നു. അതിൽ ഒരു ബസ്സിലെ, വിവാദമായ ബസ്സിലെ മാത്രം മെമ്മറി കാർഡ് കാണാനില്ല എന്നുള്ള കാര്യത്തിൽ പോലീസിന് ചില ദുരൂഹതകൾ സംശയിച്ചിരുന്നു. ആ സംശയത്തിലടക്കം ചില നിർണായകമായ നീക്കങ്ങൾ ഏതാണ്ട് 12 മണിയോടുകൂടി നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് തമ്പാനൂർ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. SK. താങ്ക് യു. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ടെലിഫോണിൽ ചേർന്നത്.